ചാനൽ സാസ് ഹിന്ദി ലേണിംഗ് സ്കൂൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിന്റെ 2ാമത്തെ യൂണിറ്റിലെ അൻമോൾ ഖസാന എന്നൊരു കഹാനി പഠിക്കാനുണ്ട്. കഥയാണ്. ആ പാഠവുമായിട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗൈദോ യൂണിറ്റ് 2 അൻമോൾ ഖസാന. എന്താണ് അൻമോൾ ഖസാന? അമൂല്യ നിധി. എന്താണ് അമൂല്യ ഖസാന? നിധി, അമൂല്യമായ നിധി. ഇതാണ് കഥയുടെ പേര്. അതിനു മുമ്പായി നമ്മളൊരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിലേക്ക് നോക്കാം. ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ? നമ്മൾ കാണുന്ന ചിത്രത്തിലെ മരം എന്ത് മരമാണ്? പൈസ മരം. പൈസ ഉണ്ടാകുന്ന മരം. പൈസ മരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? മരത്തിൽ പൈസ ഉണ്ടാവുമോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പേടിക്കോ നാം ദേ? ഈ മരത്തിന് നിങ്ങളൊരു പേര് പറയൂ. ധൻ കാ പേട്. ധനത്തിന്റെ മരം, പണത്തിന്റെ മരം. ആളുകൾ എന്ത് ചെയ്യുക? പണം പറിക്കുകയാണ് മരത്തിൽ നിന്ന്, അല്ലെ? കൊട്ടയൊക്കെ കൊണ്ടുവച്ചിട്ട് ആളുകൾ സഞ്ചിയും കൊട്ടയും ഒക്കെ ആയി വന്നിട്ട് ആ മരത്തിൽ നിന്നും പണം പറിച്ചെടുക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കഥ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കുക. ഇവിടെയുള്ള ആളുകള് മരത്തിൽ നമുക്ക് പണം കിട്ടുമെങ്കിൽ പിന്നെ ആരെങ്കിലും അധ്വാനിക്കാൻ നിൽക്കുവോ? ഇല്ല. മരത്തിൽ നിന്ന് എന്ത് ചെയ്യും? പൈസ പറിക്കും, അല്ലെ? അപ്പോ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ ഒരു കഥയിലൂടെ, അൻമോൾ ഖസാന എന്ന ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കാം. കിസി ഗാവ് മേ വിക്രം നാമക് ഏക് യുവക് രഹതാ ഥാ. ഒരു ഗ്രാമത്തിൽ, ഗാവ് ഗ്രാമം, ഒരു ഗ്രാമത്തില് വിക്രം നാമക് ഏക് യുവക് രഹതാ ഥാ. വിക്രം എന്നു പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം, ബൈഠേ ബൈഠേ വഹ് സോച്ചനേ ലഗാ. അവൻ ഇങ്ങനെ ഇരുന്ന് സോച്ചനേ ലഗാ. സോച്ചന ചിന്തിക്കുക. അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിക്കാൻ തുടങ്ങിയേ? മേ കൈസേ ഢേർ സാരാ ധൻ കമാവും और आराम से रहूं. അവൻ എന്താ ചിന്തിച്ചേ? എനിക്ക് എങ്ങനെ ഒരുപാട് പണം കിട്ടും? और आराम से रहूं. എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല, പണിയൊന്നും എടുക്കാതെ എനിക്ക് എങ്ങനെ കുറെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും? ഢേർ സാര എന്ന് പറഞ്ഞാൽ വളരെയധികം, കമാന സമ്പാദിക്കുക, ആരാം വിശ്രമം. ജോലിയൊന്നും ചെയ്യാതെ ഞാൻ എങ്ങനെ കുറെ പണം സമ്പാദിക്കുമെന്ന് ഇയാള് ആലോചിക്കാൻ തുടങ്ങി. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा. ഇയാൾ എന്ത് ചെയ്തു? ഇധർ ഉദർ, അവിടെയും ഇവിടെയും, ജാക്കർ പോയിട്ട്, ആപ്പനെ കൈ മിത്രോം സെ, തന്റെ ഒരുപാട് കൂട്ടുകാരോട്, ജൽദി ധൻ കമാനെ കാ ഉപായ പൂച്ച, പെട്ടെന്ന്, ജൽദി പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു ഉപായം ചോദിച്ചു. കാണുന്നവരോടൊക്കെ, കൂട്ടുകാരോടൊക്കെ ചെന്നിട്ട് ഇവൻ ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കണം, പണിയൊന്നും എടുക്കാതെ എനിക്ക് വേഗം പണം സമ്പാദിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരുമോ എന്ന് ഈ വിക്രം കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നു. ലേക്കിൻ, എന്നാൽ കോയി ഠോസ് ഉപായ് നഹി മില. എന്നാൽ ആരിൽ നിന്നും ഒരു ഠോസ് ഉപായ്, കൃത്യമായിട്ടുള്ള ഒരു മാർഗം അയാൾക്ക് ആരിൽ നിന്നും കിട്ടിയില്ല. ഈ ഒരു പാരഗ്രാഫിലെ വേർഡ് മീനിങ്: ഗാവ് ഗ്രാമം, രഹ്ന താമസിക്കുക, സോച്ചന ചിന്തിക്കുക, ഢേർ സാര വളരെയധികം, കമാന സമ്പാദിക്കുക, ആരാം വിശ്രമം, ജൽദി പെട്ടെന്ന്, അൻമോൾ അമൂല്യമായ, ഖസാന നിധി, ഇധർ ഉധർ അവിടെയും ഇവിടെയും. സുബഹ് കാ സമയത, സമയം രാവിലെ ആയിരുന്നു, പ്രഭാതമായിരുന്നു. വിക്രം ഗേത്തോം സെ ഹോക്കർ ജാ രഹാ ഥാ. വിക്രം വയലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗേത്ത് വയൽ. രാസ്തേ മേ, വഴിയിൽ, രാസ്ത വഴി, വഴിയില്, ഏക് കിസാൻ സെ ഉസ്നെ ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. വിക്രം ഇങ്ങനെ വയലിലൂടെ പോകുമ്പോ ഒരു കിസാനെ കണ്ടു. ആരാണ് കിസാൻ? കർഷകൻ. ഒരു കർഷകൻ, കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടു. അയാളോട് ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം ചോദിച്ചു.
കിസാൻ ने വിക്രം को बताया. കർഷകൻ വിക്രമിനോട് പറഞ്ഞു, ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹൈ. എന്താ പറഞ്ഞേ? ഈ കർഷകൻ വിക്രമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിക്രം ചോദിച്ചു, എനിക്ക് വേഗം ഒന്ന് പണക്കാരനാവണം, കുറെ പണം ഉണ്ടാക്കണം, അതിനുള്ളൊരു മാർഗം പറഞ്ഞതാണ്. അപ്പൊ ഈ കർഷകൻ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞേ? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹൈ. ഗ്രാമത്തിന്റെ അങ്ങ് അരികിലായി സജ്ജൻ, ഒരു നല്ല മനുഷ്യനുണ്ട്. ഉൻകാ നാം ഹേ വിശ്വനാഥ്. അയാളുടെ പേര് വിശ്വനാഥ് എന്നാണ്. ഷായത് ഒരു പക്ഷേ വേ കോയി ആസാൻ തരീക്ക ബതാ സക്തേ ഹൈ. ഒരു പക്ഷേ നിങ്ങൾക്കുള്ള ആസാൻ തരീക്ക, എളുപ്പമാർഗം, താങ്കൾക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം ബതാ സക്തേ ഹൈ, അദ്ദേഹം പറഞ്ഞു തരുമായിരിക്കും. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഈ ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്ത് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു സജ്ജൻ താമസിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് പോയിട്ട് കാര്യം പറയൂ. അയാൾ എന്ത് ചെയ്യും? താങ്കളെ സഹായിച്ചേക്കും. പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം താങ്കൾക്ക് പറഞ്ഞു തന്നേക്കുമെന്ന് ഈ കിസാൻ വിക്രമിനോട് പറയുന്നു. ഷായത് ഒരു പക്ഷേ, ആസാൻ തരീക്ക, എളുപ്പമാർഗം. ഇത് കേട്ട പാതി നമ്മുടെ വിക്രം എന്ത് ചെയ്തിട്ടുണ്ടാകും? പോയിട്ടുണ്ടാകും അല്ലെ? നോക്കാം. വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽ പടാ. എന്ത് സംഭവിച്ചു? വിക്രം പെട്ടെന്ന് തന്നെ ജൽദി, വളരെ സ്പീഡില് വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽ പടാ, വിശ്വനാഥിന്റെ ഘർ, വീടിന് നേരെ, ഓർ നേരെ, ചൽപട, നടക്കാൻ തുടങ്ങി. ഉസ്കെ ദ്വാർ പർ പഹുഞ്ച് കർ വിക്രം നെ ദേഖാ. ആ വിശ്വനാഥന്റെ വീടിന്റെ ദ്വാർ, വാതിൽക്കൽ വരെ ചെന്നിട്ട് വിക്രമിനെ ദേക്കാം. അവിടെ ചെന്നപ്പോ വിക്രം കണ്ടു. എന്താ കണ്ടത്? കി ദ്വാർ ഗുലാ ഹുവാദ, വീടിന്റെ വാതില് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ആർ കൂടാതെ വിശ്വനാഥ് കമരേമേ ബൈട്ടേതേ, ആ വിശ്വനാഥൻ റൂമിൽ ഇരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. നമ്മുടെ വിക്രമ വിശ്വനാഥന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. മുറിയിലായി വിശ്വനാഥൻ ഇരിക്കുന്നത് വിക്രം കാണുന്നു. കമര, മുറി, റൂം. വിക്രമിനെ ഉനെ പ്രണാം കിയ, വിക്രം അയാൾക്ക് നമസ്കാരം പറഞ്ഞു. ആർ ഉൻകെ സാമനെ ബൈട്ട് ഗയ, എന്നിട്ട് ആ വിക്രമ വിശ്വനാഥിന്റെ മുമ്പിൽ പോയി ഇരുന്നു. സാമനെ, മുമ്പിൽ. ഈ ഭാഗത്തിന്റെ അർത്ഥം നോക്കാം. അപ്പൊ വിക്രമ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം അന്വേഷിച്ചിറങ്ങിയതാണ്. വഴിയിൽ വെച്ച് ഒരു കർഷകനെ കണ്ടുമുട്ടുന്നു. കർഷകൻ പറയുന്നു, ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്ത് ഒരു വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. നീ എന്ത് ചെയ്യൂ? വിശ്വനാഥിനെ പോയി കാണൂ. ആ, നിനക്കുള്ള യഥാർത്ഥ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗം ആര് പറഞ്ഞു തരും? വിശ്വനാഥ് പറഞ്ഞു തരും. ഇത് കേട്ട പാതി നമ്മുടെ വിക്രം എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ വിശ്വനാഥന്റെ വീട് ലക്ഷ്യമാക്കി ഓടി. എത്തിക്കഴിഞ്ഞപ്പോ, വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ കണ്ടു, വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. റൂമിലായി വിശ്വനാഥ് ഇരിക്കുന്നു. വിശ്വനാഥിന്റെ അടുത്തേക്ക് ചെന്ന് വിശ്വനാഥന് നമസ്കാരം പറഞ്ഞ ശേഷം വിക്രമ അദ്ദേഹത്തിന്റെ മുമ്പില് ഇരിക്കുന്നു. സുബഹ്, രാവിലെ, വയൽ, ജാന, പോവുക, രാസ്ത, വഴി, ഷായത് ഒരു പക്ഷേ, ആസാൻ തരീക്ക എളുപ്പമാർഗം, ഓർ നേരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓർ എന്ന് പറയുന്നതും ഔർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇതിന്റെ അർത്ഥം നമ്മൾ പറയില്ലേ, രാം ഔർ ഗോപാൽ, ആൻഡ് എന്ന അർത്ഥത്തിലാണ് ഈ ഔർ ഉപയോഗിക്കുക. ഇവിടെ ഓർ ആണ് കേട്ടോ, ഒരു വരയേ ഉള്ളൂ. ഓർ നേരെ, ചൽന നടക്കുക, വാതിൽ, പഹുഞ്ചന എത്തിച്ചേരുക, കമര
रूम सज्जन मान्य व्यक्ति के सामने മുമ്പിൽ बैठना ഇരിക്കുക. ജയ്സെ ഹി വിശ്വനാഥിനെ ആംഗേം കോലി. നമ്മുടെ വിക്രം ചെന്ന് വിശ്വനാഥിന്റെ മുമ്പിൽ പോയിരുന്നപ്പോ എന്ത് സംഭവിച്ചു? വിശ്വനാഥിനെ ആംഗേം കോലി. വിശ്വനാഥ് കണ്ണു തുറന്നു. ആങ്ക് കണ്ണ്. വിക്രമിനെ അപ്പനെ മൻ കി ബാത്ത് കഹി. വിക്രം തന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൻ മനസ്സ്. മേ ബഹുത്ത് ഗരീബ് ഹും. വിക്രം പറയാണ് മേ ബഹുത്ത് ഗരീബ് ഹും. ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. ആപ്പ് താങ്കള് മുझे ജൽദി ധൻ കമാനേക്കാ കോയി ഉപായ് ബതായിയേ. താങ്കള് എനിക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നാലും. വിക്രം വിശ്വനാഥനോട് ചോദിക്കുക, ബഹുത്ത് ഗരീബുഹും, ഞാൻ വളരെ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എനിക്ക് പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നാലും. അപ്പൊ നമ്മുടെ വിശ്വനാഥൻ എന്താണ് പറഞ്ഞെന്ന് നോക്കാം. തും വസന്ത നഗർ ജാവോ. നീ എവിടെ പോകൂ? നീ വസന്ത നഗറിലേക്ക് പോകൂ. ഒരു സ്ഥലമാണ്, നീ വസന്ത നഗറിലേക്ക് പോകൂ. വഹാം ഏക് ആദ്മി 20,000 रुपये में മനുഷ്യ की ആംഗേം ഖരീദതാ ഹെ. ആ വസന്ത നഗർ എന്ന് പറയുന്ന ഗ്രാമത്തില് ഏക് ആദ്മി ഒരു മനുഷ്യനുണ്ട്. അയാൾ എന്ത് ചെയ്യും? 20,000 रुपये में 20 20 1000 1000 20,000 രൂപയ്ക്ക് മനുഷ്യക്ക് ആംഗേം ഖരീദതാ ഹെ. മനുഷ്യന്റെ കണ്ണ് വാങ്ങുന്നുണ്ട്. ഖരീദിന വാങ്ങുക. മനുഷ്യന്റെ കണ്ണ് വാങ്ങാനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. 20,000 രൂപ കിട്ടും മനുഷ്യന്റെ കണ്ണു കൊടുത്താല്. നീ അങ്ങോട്ട് പോയിക്കോ, നിനക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാം. നീ നിന്റെ കണ്ണ് കൊണ്ടുപോയി ഈ വസന്തനഗറിലെ ആ വ്യക്തിക്ക് കൊടുക്ക്. അപ്പൊ നിനക്ക് എന്ത് കിട്ടും? 20,000 रुपये 20,000 രൂപ കിട്ടുമെന്ന്. തും അപ്പനി ആംഗേ ബേജ് ദോ. നീ നിന്റെ കണ്ണു കൊണ്ടുപോയി വിൽക്ക്. ബേജന വിൽക്കുക. വിക്രം കോ ആശ്ചര്യ ഹുവ. വിശ്വനാഥൻ പറയുന്ന കേട്ടിട്ട് വിക്രമിന് ആശ്ചര്യം വന്നുപോയി അല്ലെ. വിക്രമിന് പെട്ടെന്ന് പണം സമ്പാദിക്കണമെങ്കിൽ വസന്തനഗരത്തിൽ പോയിട്ട് നീ നിന്റെ കണ്ണെന്ത് ചെയ്തോളൂ, വിറ്റോളൂ. അപ്പൊ നിനക്ക് പൈസ കിട്ടുമെന്ന് ഈ വിശ്വനാഥൻ വിക്രമിനോട് പറയുന്നു. വിക്രം പറയാ, അപ്പനെ ആംഗേ ബേജ് എന്റെ കണ്ണ് വിൽക്കാനോ? ഫിർ മേൻ ദേഖൂങ്കാ കൈസേ. എന്റെ കണ്ണ് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ കാണും? പൈസേ തേക്കൂങ്ക. ഞാൻ ഇനി എങ്ങനെ കാണും? എന്റെ കണ്ണ് കൊണ്ടുപോയി ഞാൻ വിറ്റാലേ ഞാൻ ഇനി എങ്ങനെയാ കാണുക? ടീക്ക് ശരി. തോ എങ്കില് 15,000 में अपने दोनों पैर बेच दो. എന്നാ വേണ്ട, നീ എന്ത് ചെയ്തോ? 15,000 രൂപ കിട്ടും. 15,000 15,000. ആ 15,000 രൂപയ്ക്ക് നീ നിന്റെ ദോനോ പയർ ബേച്ചതോ. നിന്റെ 2 കാല്, പയറ് കാല്, നീ നിന്റെ 2 കാലും വിറ്റോ. അപ്പൊ നിനക്ക് 15,000 രൂപ കിട്ടും. ക്യാ എന്ത്? പയർ ബേജ് ദൂംതോ ചലൂങ്കാ കൈസേ. കാല് വിൽക്കാനോ? കാല് വിറ്റാ ഞാൻ ഇനി എങ്ങനെ നടക്കും? അടുത്ത ക്വസ്റ്റ്യൻ വിക്രം വിശ്വനാഥിനോട് ചോദിച്ചു. ഞാനേ കാല് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇനി നടക്കുക? വിക്രം ഹൈറാൻ പോവാ. വിക്രമിന് ആശ്ചര്യം വന്നു. തോ 25,000 में अपने दोनों हाथ बेच दो. എന്നാ വേണ്ട, നീ എന്ത് ചെയ്തോ? 25,000 25,000 രൂപയ്ക്ക് നീ നിന്റെ 2 കൈയും വിറ്റോ. ഹാത്ത് കൈ, കണ്ണും കൊടുക്കണ്ട കാലും കൊടുക്കണ്ട, എന്നാ നീ നിന്റെ 2 കൈ വിറ്റോ. അപ്പനെ ഹാത്തോക്കെ ബിനാ മേ കാം കൈസേ കരൂങ്ക. അപ്പൊ വിക്രം ചോദിക്കുക, കൈ ഇല്ലാണ്ട് പിന്നെ എങ്ങനെ ഞാൻ ജോലികളൊക്കെ ചെയ്യും? ഇവിടെ നമ്മുടെ വിക്രം ഒരു മടിയനാണ്. വിക്രമിന് പണിയൊന്നും ചെയ്യാൻ പറ്റാത്തതിനാലാണല്ലോ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം അന്വേഷിച്ച് ഇറങ്ങിയത്. അപ്പൊ ഇവൻ ചോദിക്കുക, എനിക്ക് കൈയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി ജോലിയൊക്കെ ചെയ്യും? അപ്പോ വിശ്വനാഥൻ പറയാണ്, തോ തും അപ്പന പൂരാ ശരീര ഹി ബേജ് ദോ. എന്നാ വേണ്ട, നീ നിന്റെ ശരീരം മുഴുവനായിട്ടും വിറ്റോ. തുമേ 1,00,000 रुपया मिलेगा. നിനക്ക് 1,00,000 രൂപ കിട്ടും. നീ നിന്റെ ശരീരം മുഴുവനായിട്ട് അയാൾക്ക് വിറ്റോ, നിനക്ക് 1,00,000 രൂപ കിട്ടും. विश्वनाथ की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा. വിശ്വനാഥന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ദേഷ്യവും സങ്കടവും വന്നിട്ട്
വിക്രം പറയുകയാണ്, നഹി നഹി, ഇല്ല ഇല്ല, 1 കരോട് റുപ്പയെ മിൽനെ പർ ഭി, 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ കൂടി മേം ഐസാ നഹി കരൂങ്ക, ഞാൻ ഇപ്രകാരം ചെയ്യില്ല. എനിക്ക് 1 കോടി തരാന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഇപ്രകാരം ഒന്നും ചെയ്യില്ല എന്ന് വിക്രം ആരോട് പറയുന്നു? വിശ്വനാഥിനോട് പറയുന്നു. വിശ്വനാഥിനെ മുസ്കരാക്കർ സമച്ചായ, വിശ്വനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കി. എന്തെന്നാൽ, അരേ ഭായ്, അല്ലയോ സഹോദര, അപ്പനെ ശരീർ കോ ഇത്തന മൂല്യവാൻ സമജ്തേ തോ തും ഗരീബ് കൈസേ ഹോ, നിന്റെ ശരീരത്തിന് ഇത്രത്തോളം വിലയുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ ഗരീബ് ഹോ ഗയി, പാവപ്പെട്ടവനായി മാറി? ജാവോ, പോകൂ, തുമാരാ ശരീർ ഹി ഏക് അൻമോൾ ഖസാന ഹേ, നിന്റെ ശരീരം തന്നെ അമൂല്യമായ ഒരു നിധിയാണ്, നീ പോകൂ. ഇസ്കാ ഉപയോഗ കരോ, ഇതിനെ ഉപയോഗിക്കൂ, നീ ജോലി ചെയ്യൂ എന്നാണ് ഇവിടെ അർത്ഥം. വിശ്വനാഥൻ വിക്രമിനെ പറഞ്ഞു മനസ്സിലാക്കി, നിന്റെ ശരീരം തന്നെ അമൂല്യമായ ഒരു നിധിയാണ്, അൻമോൾ ഖസാന ഹേ, അതുകൊണ്ട് നീ പോയിട്ട് പണിയെടുത്ത് ജീവിക്കൂ. നിന്റെ ശരീരം വിലമതിക്കാനാവാത്തതാണ്, അതുകൊണ്ട് നീ പണിയെടുത്ത് പണം സമ്പാദിക്കൂ. അങ്ങനെ വിക്രമിന്റെ കണ്ണ് തുറന്നു, വിക്രം തിരിച്ചു പോകുന്നു. നല്ലൊരു സന്ദേശമാണ് നമുക്ക് ഈ കഥയിലൂടെ കിട്ടിയത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കുക, മടിയന്മാരായി ഇരിക്കരുത് എന്ന സന്ദേശമാണ് നമുക്ക് ഈ കഥയിലൂടെ കിട്ടിയത്. ഈ പാഠഭാഗത്തിന്റെ ബാക്കി അർത്ഥങ്ങൾ: അങ്ക്, കണ്ണ്, ഗുൽന തുറക്കുക, ഖരീദിന വാങ്ങുക, ബേജ്ന വിൽക്കുക, ഹാത്ത് കൈ, पैर काल, करोड़ कोड़ी, मिलना കിട്ടുക, സമജ്ന മനസ്സിലാവുക, ഗരീബ് പാവപ്പെട്ട, ബാത്ത് കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പാഠഭാഗം നന്നായി വായിച്ചിട്ട് ഇതിൽ നിന്നും 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിക്രം കെ ബാരെ മേ കിസാൻ നെ ക്യാ സോച്ചാ ഹോഗാ, വിക്രമിനെ കുറിച്ച് കർഷകൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ? കർഷകനോട് പോയിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഉപായം പറഞ്ഞു തരൂ. അപ്പൊ എന്തൊക്കെയായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക? അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥിനെ കൈ ഉപായ് ബതായേ ലേക്കിൻ വിക്രമിനെ നഹി മാന ക്യോം, വിശ്വനാഥൻ വിക്രമിനോട് കുറെ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, വിക്രം അതൊന്നും അംഗീകരിച്ചില്ല. ക്യോം, എന്തുകൊണ്ടാ അംഗീകരിക്കാതിരുന്നത് എന്ന് നിങ്ങൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥ് കാ ഉപദേശ സുൻകർ വിക്രം നെ ആകെ ക്യാ കിയാ ഹോഗാ, വിശ്വനാഥിന്റെ ഉപദേശം കേട്ടിട്ട് വിക്രം പിന്നെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവാം? പണിയെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പൊ ആ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ കണ്ടെത്തുക. അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിന്റെ ഫുൾ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാഠഭാഗം നന്നായി വായിക്കുക. താങ്ക് യു.